എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണം, കോൺഗ്രസിന് വോട്ട് ചെയ്യണം? ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് കൂടുതൽ എം.പിമാരെ കേന്ദ്രത്തിലേക്ക് അയക്കണം ഇടതുമുന്നണിയിൽ നിന്നും, അതിൽ കൊച്ചിയിൽ നിന്നും? ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഏറ്റവും ആദ്യം തന്നെ LDFന്റെ സീറ്റ് ചർച്ചയൊക്കെ പൂർത്തീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. അതിന്റെ നാദങ്ങളാണ് ഈ കേൾക്കുന്നത്, സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള. മറ്റു മുന്നണികളൊന്നും തന്നെ ഞങ്ങളുടെ ഒരു 7 അയലക്കത്ത് പോലും എത്തിയിട്ടില്ല. ഇപ്പോഴും മുന്നണി ചർച്ച പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. NDA ആയാലും 2019 പിന്നാലെ വന്ന UDF ആണ് മുമ്പിൽ പോയത്. പക്ഷെ ആ സാഹചര്യമല്ല ഇന്നുള്ളത്. 2019 ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ ഒരു പ്രധാനമന്ത്രി വരാൻ പോകുന്നു, ആദ്യമായി കേരളത്തിന് ഒരു പ്രധാനമന്ത്രിയെ കിട്ടുന്നു എന്ന രൂപത്തിലുള്ള വലിയ പ്രചരണം ഉണ്ടായി. അന്ന് മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളും 2019 ഉണ്ടായി. ആ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈ രാജ്യം ഇന്ത്യയായി നിലനിൽക്കണമോ, നമ്മുടെ ഭരണഘടന നിലനിൽക്കണമോ, മതനിരപേക്ഷ കാഴ്ചപ്പാടും ജനാധിപത്യവും പാർലമെന്ററി ജനാധിപത്യവും ഈ രാജ്യത്ത് വേണമോ, ഇന്ന് നാം ജനാധിപത്യത്തിന്റെ മഹോത്സവമായി കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് വേണമോ, നിലനിൽക്കുമോ എന്നുള്ള വലിയ രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറാൻ ഒരാഴ്ച മതി. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ചട്ടം വരും. അതുപോലെ തന്നെ ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ്, ലോകസഭ, രാജ്യസഭ, നിയമസഭ, പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് എല്ലാം ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് ഒതുങ്ങാൻ പോവുകയാണ്. അതുപോലെ യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഏത് മതസ്വാതന്ത്ര്യം, ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് മതത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, എല്ലാം ഒരൊറ്റ രീതിയിലേക്ക് ഒതുങ്ങാൻ പോവുകയാണ്. അതായത് ഒരു ജനാധിപത്യ രാജ്യം എന്ന രൂപത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ വൈവിധ്യങ്ങളും നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കേണ്ടിയിരുന്ന മറ്റു മുന്നണികൾ ആ പ്രതിപക്ഷത്തിന്റെ കടമ നിർവഹിച്ചോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ഉത്തരേന്ത്യയിൽ അലയുകയാണ് സാർ. പക്ഷേ യാത്രകൾ പലതും നടന്നു. പക്ഷേ ഈ രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പാർലമെന്റിനകത്തും പുറത്തും അത്യുജ്വലമായ സമര പോരാട്ടം നടത്തിയത് ഞങ്ങളാണ്. അതുപോലെ നിയമ പോരാട്ടം നടത്തിയത് ഞങ്ങളാണ്. വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. കാരിരുമ്പിന്റെ കരുത്താണ്. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആ സംഘപരിവാറിന്റെ രാമനല്ല യഥാർത്ഥ രാമനെന്നും, യഥാർത്ഥ രാമൻ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ഈ രാജ്യം ആവശ്യപ്പെടുന്ന രാമൻ ഇന്നതാണെന്നും പാർലമെന്റിൽ മുഖത്തു നോക്കി ഗർജിക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ വിരലിൽ എണ്ണാവുന്ന എംപിമാരാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനുള്ള എംപിമാരെ നിങ്ങൾ കേന്ദ്രത്തിലേക്ക് അയക്കണം, ഒരു ഫാസിസ്റ്റ് രാജ്യം പിറക്കാതിരിക്കാൻ എന്നതാണ് ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അത് തന്നെ, അതാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത് ഏറ്റവും കൂടുതൽ കൂടിയിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം ഈ രാജ്യത്തിന് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒരു വാക്കോടെ ഞാൻ പറയട്ടെ, ഇവിടെ UPA സർക്കാർ അധികാരത്തിൽ വന്നു. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ വന്ന 5 വർഷം 2004 to 2009. ആ വർഷത്താണ് വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമുക്കറിയാം. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി, സാധാരണക്കാരന് പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന പദ്ധതികളടക്കം ആകർഷകമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിയത് ഇടതുപക്ഷം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എംപിമാർ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായപ്പോഴാണ്.